श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. രാവണവധം. രാഘവൻ മാതലിയോട് അരുളിച്ചെയ്തിത് ആകുലമെന്നിയെ തേർ നടത്തിയിടുനീ. അഗസ്ത്യ മഹർഷിയുടെ ഉപദേശത്താൽ ഊർജ്ജസ്വലനായ ശ്രീരാമചന്ദ്രൻ മാതലിയോട് പറഞ്ഞു, വേഗം തന്നെ മുന്നോട്ട് തേർ നടത്തുക. മാതലി തേരതിവേഗേന കൂട്ടിനാൻ. എന്നാൽ ഇത് കണ്ടിട്ടും ഏതുമേ ചഞ്ചലമില്ല ദശാസ്യനും രാവണനും ഒരുങ്ങിത്തന്നെയാണ്. മൂടി പൊടി കൊണ്ട് ദിക്കും, പൊടി ഈ തേര് പോകുന്ന അതിൻ്റെ ആ പൊടി കൊണ്ട് ദിക്കുകളൊക്കെ മൂടി. ഉടനിടകൂടി ശരങ്ങളും, എന്തൊരു വിസ്മയം, ഉടനെ തന്നെ ആ പൊടിയുടെ കൂടെ ശരങ്ങളും ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും ശരങ്ങൾ എയ്തു തുടങ്ങി. എന്തൊരു വിസ്മയമാണ്. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. രാവണന്റെ കൊടിമരത്തെ മുറിച്ച് ഭൂമിയിലിട്ടു രാമൻ. അപ്പോൾ തിരിച്ച് രാവണൻ യാതുധാനാധിപൻ വാജികൾ തമ്മെയും മാതലി തന്നെയും ശ്രീരാമചന്ദ്രന്റെ കുതിരകളെയും മാതലിയെയും ഏറെ എയ്തിയിടിനാൻ. മാതലിയുടെ മുകളിലും ഒരുപാട് ശരമെയ്തു. ശൂലം മുസല ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. ശൂലവും ഇരുമ്പുലക്കയും ഗദയും ഒക്കെ ഇങ്ങനെ തുടരെ പ്രയോഗിക്കുകയാണ് രാവണൻ. സായകജാലം പൊഴിച്ച് അവയും മുറിച്ച് രാവണൻ അയച്ച അമ്പുകളെ മുഴുവനും മുറിച്ച് ആയോധനത്തിനടുത്തിതു രാമനും. ശ്രീരാമചന്ദ്രനും അത്യധികമായ വീര്യത്തോടെ തന്നെ യുദ്ധം ചെയ്തു. ഏറ്റമണഞ്ഞും അകന്നും വലം വെച്ചും ഏറ്റുമിടം വെച്ചും ഒട്ടു പിൻവാങ്ങിയും. അതായത് ഇവർ തമ്മിൽ ആദ്യം ഒന്ന് അടുത്തു വരും, പിന്നെ രണ്ടുപേരും അകന്നു പോകും, പിന്നെ ഒന്ന് വലം വെക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ ആ യുദ്ധം ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ രണ്ടുപേരുടെയും തേരാളിമാരുടെ സൗത്യക കൗശല്യവും, അതായത് സൂതവേലയാണ് ഈ സാരഥികളുടെ ആ വേലയെ സൂതൻ എന്ന് അവർക്ക് മറ്റൊരു പേരുണ്ട്. അപ്പൊ ആ ഒരു കൗശലവും, ഒരു സാരഥി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ കൗശലവും, പോരാളികളുടെ യുദ്ധ കൗശല്യവും, പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാവുകയില്ലീ വണ്ണം ഇനിമേലിൽ. ഇതൊക്കെ ദേവാദികളാണ് പറയുന്നത്. യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന ദേവാദികൾ പരസ്പരം പറയുകയാണ്, രാമരാവണന്മാർ മാത്രമല്ല തേരാളികളും, ഈ മാതലിയും അപ്പുറത്ത് രാവണന്റെ തേരാളിയും ഒന്നിനൊന്ന് മെച്ചമാണ്. അവരും കണ്ടറിഞ്ഞാണ് തങ്ങളുടെ യജമാനന്മാരെ സഹായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു യുദ്ധം പണ്ട് കീഴിൽ കണ്ടതില്ല. നമ്മൾ ഈ ഭൂമിയിൽ മുൻപ് ഇങ്ങനെയൊരു യുദ്ധം കണ്ടിട്ടില്ല. ഉണ്ടാവുകയില്ലീ വണ്ണമിനി മേലിൽ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവുകയും ഇല്ല എന്ന് ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നെന്ന് തെളിഞ്ഞിതു നാരദനും അങ്ങനെ ആവേശം കൊള്ളുകയാണ്. പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ, അവരുടെ ആ യുദ്ധപാടവം കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാർ. വാതമടങ്ങി, അതായത് കാറ്റൊക്കെ അടങ്ങി തൽക്കാലത്തേക്ക് സൂര്യൻ മറഞ്ഞതുപോലെയൊക്കെ ആയി. മറഞ്ഞിതു സൂര്യനും മേദിനിതാനും വിറച്ചിതു പാരമായി. ഭൂമിയൊക്കെ അങ്ങനെ വിറക്കുകയാണ്. പാഥോനിധിയും ഇളകിമറിഞ്ഞിതു, സമുദ്രം ഇളകിമറിയുന്നു. പാതാളവാസികളും നടുങ്ങിയിടിനാർ, അങ്ങ് പാതാളത്തിലിരിക്കുന്നവർ പോലും നടുങ്ങി വിറക്കുകയാണ്. അമ്പുധിയോടൊന്നെതിർക്കിലും അമ്പരം അമ്പരത്തോടെതിർത്തിയിടിലും. സമുദ്രം സമുദ്രത്തോട് പൊരുതുന്നത് പോലെ, ആകാശം ആകാശത്തോട് പൊരുതുന്നത് പോലെ. രാഘവ രാവണ യുദ്ധത്തിന് സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. ഇതിന് തുല്യം ഇത് മാത്രമേ ഉള്ളൂ. കേവലം ഇങ്ങനെ നിന്ന് പുകഴ്ത്തിനാർ ദേവാദികളും. ആ സമയത്ത് അന്നേരത്ത് രാഘവൻ രാത്രിഞ്ചരന്റെ തല ഒന്നറുത്തുടൻ ഒരു തല അറുത്തു.
അത് ധാത്രിയിലിട്ടാൻ. പക്ഷേ അത് നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല. ഒന്ന് താഴെ ഇട്ടപ്പോൾ അവിടെ ഉടനെ മറ്റൊരു തല വന്നു. കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. വീണ്ടും അത് മുറിച്ചു. ഉണ്ടായതപ്പോൾ അതും വീണ്ടും ഉണ്ടായി. പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൽ അരക്ഷണാൽ. ഇങ്ങനെ ഓരോന്ന് മുറിക്കും, ഉടനെ തന്നെ അവിടെ പുതിയത് മുളച്ചു വരും. ഇങ്ങനെ ഓരോന്നായി മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു. 10 തലകളെ ഉള്ളൂ, പക്ഷേ ഓരോ തലകളെ ഇടുമ്പോൾ വീണ്ടും വരുന്നു. അങ്ങനെ 101 തലകളെ ഭൂമിയിലിട്ടു രഘുകുല സത്തമൻ. എന്നിട്ടും പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. എന്നിട്ടും ആ 10 തലയ്ക്ക് ഒരു കുറവും സംഭവിച്ചില്ല. ആ 10 തല അവിടെ തന്നെ. ഇങ്ങനെ 100,000 തല പോകിലും വീണ്ടും ശ്രീരാമചന്ദ്രൻ അതേ രീതിയിൽ തന്നെ ഒന്ന് ശ്രമിച്ചു. അങ്ങനെ 100,000 തല പോയിട്ടും എങ്ങും കുറവില്ല വൻ തല 10നും. ആ 10 തലയ്ക്കും ഒരു കുറവും വന്നില്ല. അങ്ങനെ ഇതെന്തുകൊണ്ടാണ്? രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. ഒരുപാട് തപസ് ചെയ്തയാളാണ്. അങ്ങനെ ഓരോരോ വരം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തല മുറിച്ചാലൊന്നും രാവണനെ കൊല്ലാൻ സാധിക്കില്ല. ഇങ്ങനെ ആയപ്പോൾ ശ്രീരാമചന്ദ്രൻ വിചാരിക്കുകയാണ്, കുംഭകർണൻ, മകരാക്ഷൻ, ഖരൻ, ബാലി, വമ്പന, മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിന് ഇന്നെന്തതിനിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടി. ഇതെന്തു പറ്റി എൻ്റെ ബാണത്തിന്? എത്രയോ വീരശൂര പരാക്രമികളെ വളരെ എളുപ്പം വളരെ വേഗത്തിൽ കൊന്നു തള്ളിയതാണ്. പക്ഷേ എന്താണ് ഇപ്പോഴെൻ്റെ ബാണത്തിന് മടിയുണ്ടായത്? ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീൽ ഉപായവും ഏതുമൊന്നീശ്വര. ഭഗവാൻ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. ഈ രാവണനെ കൊല്ലാൻ മാത്രം ഒരു ഉപായവും തോന്നുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചു രാഘവൻ. പിന്നെയും ആ ദശകന്ധരൻ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേൽ ആവോളം കൊണ്ട ശരങ്ങളെ കൊണ്ട് രഘുവരൻ ഉണ്ടായതുള്ളിലൊരു നിനവന്നേരം. എന്നാൽ തനിക്ക് ഏറ്റ ആ ശരങ്ങളുടെ ഒരു മൃദുലത അങ്ങനെ വന്നപ്പോൾ ശ്രീരാമചന്ദ്രന് ഉള്ളിലൊരു ചിന്തയുണ്ടായി. കാരണം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും. പഴയതുപോലെ ഒരു മൂർച്ച രാവണന്റെ ശരത്തിന് ഇല്ല എന്ന് ശ്രീരാമചന്ദ്രന് മനസ്സിലായി. അതിനർത്ഥം കെൽപ്പ് കുറഞ്ഞു ദശാസ്യന് നിർണയം. രാവണൻ തളർന്നിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്ന് പൊരുതോരനന്തരം. ഇങ്ങനെ 7 ദിവസം കടന്നുപോയി. ആർക്കും ജയമില്ല, തോൽവിയുമില്ല. ആ സമയത്ത് മാതലി താനും സാരഥിയായ മാതലി തൊഴുതു ചൊല്ലിയിടിനാൻ, ഏതും വിഷാദമുണ്ടാകായിക മാനസേ മുന്നം അഗസ്ത്യ തപോധനൻ ആദരാൽ തന്ന ബാണം കൊണ്ട് കൊല്ലാം ജഗത് പ്രഭോ. ഇനി ഒട്ടും മടിച്ചു നിൽക്കേണ്ട. അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു തന്ന ആ ബാണം കൊണ്ട്, അതാണ് പൈതാമഹാസ്ത്രം, അതായത് ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം അതായതെന്നിങ്ങനെ മാതലി ചൊന്നത് കേട്ട് രഘുവരൻ, നന്നു പറഞ്ഞത് നീ ഇതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം. എന്തായാലും നീ ഇപ്പോൾ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. ഒട്ടും സമയം കളയാതെ രാവണനെ കൊല്ലുക തന്നെ എന്നരുളി ചെയ്ത് വൈരിഞ്ചമസ്ത്രത്തെ, വിരിഞ്ചൻ ബ്രഹ്മാവ് ബ്രഹ്മാസ്ത്രത്തെ നന്നായി എടുത്ത് തൊടുത്തിതു രാഘവൻ. ആ അസ്ത്രത്തിൻ്റെ ഒരു പ്രാധാന്യം പറയുകയാണ്. സൂര്യ അനലന്മാരതിന് തരം, സൂര്യനും അഗ്നിയും അതിൻ്റെ മുനയിൽ സാന്നിധ്യം കൊള്ളുന്നു എന്നാണ്. തൂവൽ വായുവും, ആ അസ്ത്രത്തിൻ്റെ 2 ഭാഗത്തുമുള്ള തൂവൽ വായു ഭഗവാനാകുന്നു. അപ്പോൾ അത്രയും വേഗത്തിലാണ് അത് പോവുക. എന്നാൽ അതിൻ്റെ ഭാരം മന്ദരമേരുക്കൾക്ക് തുല്യമാണ്. മന്ദരപർവ്വതത്തിനും മേരുപർവ്വതത്തിനും മധ്യമായി. എന്നാൽ അതൊക്കെ ആ 2 പർവ്വതങ്ങളുടെയും ഒരു ഭാരമാണ് ആ അസ്ത്രത്തിന്. ഇങ്ങനെയുള്ള ആ വിരിഞ്ചാസ്ത്രം വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം. ഈ വിശ്വത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ആ അമ്പ് വിശ്വാസഭക്തിയാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന്, രാവണന്റെ ഹൃദയം പിളർന്ന് അതിനുശേഷം ഭൂദേവിയും ഭേദിച്ചു. ഭൂമിയും പിളർന്ന്
അവിടെ പാതാളത്തിലുള്ള ഗംഗയിൽ പോയി ആ അസ്ത്രം ശുദ്ധമായി. അതാണ് വാരിധിയിൽ പൊക്ക് ചോര കഴുകി മുഴുകി വിരവോട് മാരുതവേഗേന, വീണ്ടും തിരിച്ച് മാരുതവേഗേന വായുവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ ആ തൂണീരത്തിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും. എന്തൊരു വിസ്മയം അന്നേരം! എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതാണ് രാവണന്റെ മരണസമയം അടുത്തപ്പോൾ മാതലിക്ക് അങ്ങനെ പറയാൻ തോന്നി. ഉടനെ തന്നെ ശ്രീരാമചന്ദ്രനും അത് ശരിവച്ചു. അങ്ങനെ ബ്രഹ്മാസ്ത്രമെയ്ത് രാവണന്റെ ഹൃദയം പിളർന്ന് ആ അസ്ത്രം ഭൂമി പിളർന്ന് പാതാളത്തിൽ ഗംഗയിൽ മുങ്ങി എന്നാണ് പറയുന്നത്. അതിൽ മുങ്ങി ശുദ്ധമായ ആ അസ്ത്രം തിരിച്ച് ഭഗവാന്റെ ആ തൂണീരത്തിൽ വന്ന് വീണു. തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാരിൽ മഹാമരം വീണതുപോലെ തഥാ. അപ്പോൾ രാവണൻ ആ തേരിൽ നിന്ന് ഒരു വലിയ വൃക്ഷം കടപുഴകി വീണതുപോലെ ഭൂമിയിൽ മറിഞ്ഞു വീണു. കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാരുത്പന്നമോദേന വാനവരെ വരും. അത്യന്തമായ സന്തോഷത്തോടെ കൽപ്പക വൃക്ഷത്തിന്റെ പുതുതായി ഉണ്ടായ പൂ ചൊരിയുകയാണ് ദേവന്മാരെല്ലാവരും. അർക്കകുലോദ്ഭവമൂർധനെ, സൂര്യവംശത്തിൽ ജനിച്ച ഭഗവാന്റെ ശിരസിന്മേൽ മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. ഇന്ദ്രന് 1000 നേത്രങ്ങളാണ്, അതൊക്കെ തെളിഞ്ഞു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ, അർക്കനും നേരെ ഉദിച്ചാൻ അത് നേരം. സൂര്യനും നന്നായി തെളിഞ്ഞ് ഉദിക്കാൻ തുടങ്ങി. മന്ദമായി വീശിത്തുടങ്ങി പവനനും. കാറ്റ് അതിൻ്റെ സ്വാഭാവികമായ മന്ദതയിലേക്ക് വന്നു. നന്നായി വിളങ്ങി ചതുർദശ ലോകവും, 14 ലോകത്തിനും ഒരു ശാന്തി വന്നതുപോലെയായി. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്ന് പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസർ ഓടി അകം പൊക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അങ്ങനെ ബാക്കി വന്ന രാവണൻ വീണപ്പോൾ പിന്നെ ഇനി യുദ്ധത്തിൽ രക്ഷയില്ല എന്ന് മനസ്സിലായി. ബാക്കി വന്ന രാക്ഷസർ ഓടി ലങ്കാപുരിയിൽ പോയി അടച്ചു. അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അന്തഃപുരവാസികളൊക്കെ കേഴത്തുടങ്ങി, എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. അർക്കജൻ മാരുതി നീല അങ്കദാദിയ മർക്കടവീരരു മാർത്തു പുകഴ്ത്തിനാർ. എല്ലാവരും സന്തോഷം കൊണ്ടങ്ങനെ ആർത്തു വിളിക്കുകയാണ്. എന്നാൽ ജ്യേഷ്ഠനായ രാവണൻ അഗ്രജൻ വീണത് കണ്ട് വിഭീഷണൻ വ്യഗ്രിച്ചരികത്ത് ചെന്നിരുന്നാകുലാൽ. ഇപ്പോഴും ജ്യേഷ്ഠനോട് അത്രയും ഇഷ്ടമാണ്. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ വിധിബലമല്ലോ വരുന്നതും, വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ, ഞാനിതൊക്കെ മുന്നറിയിപ്പ് തന്നതാണ്. മാനം നടിച്ച് ദുരഭിമാനം കൊണ്ട് എന്നെയും വെടിഞ്ഞിടിന വീര, മഹാശയനോചിതനായ നീ. എത്രയോ മഹാനായിട്ട് ഒരു വീരശൂര പരാക്രമിയായിട്ട് ജീവിച്ച നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട്. ദൈവത്തിന് അതാർക്കൊഴിക്കാവതും. അങ്ങയുടെ അന്ത്യം ഇങ്ങനെ സംഭവിക്കണമെന്നതും ഇത് കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കണമെന്നതും ദൈവം നിശ്ചയിച്ചാൽ പിന്നെ ആർക്കാണത് തടുക്കാൻ സാധിക്കുക? ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശൻ അരുൾ ചെയ്തിതാതരാൽ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. എന്നോട് അഭിമുഖനായി നിന്ന് പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാമിവൻ, ഇവൻ തന്നെ കുറിച്ച് കരയരുതേതുമേ. വിഭീഷണനോട് പറയുകയാണ്, വീരശൂര പരാക്രമിയാണിവൻ, എന്നോട് നേരിട്ടെതിർത്ത മറ്റൊരുവനില്ല, അതുകൊണ്ട് അവനെ കുറിച്ചോർത്ത് ദുഃഖിക്കരുത്. നന്നല്ലത് പരലോകത്തിന് സഖേ. മരിച്ചവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നത് അവരുടെ പരലോകവാസത്തിന് നല്ലതല്ല എന്നാണ് പറയുന്നത്. വീരരായുള്ള രാജാക്കളുടെ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. അവൻ വീരശൂര പരാക്രമിയായിരുന്നു. അത്രയും വീരശൂരത്വം നിലവിലുള്ളത് കൊണ്ടാണ് അവൻ എന്നോട് ഇത്രയും നേരം പിടിച്ചു തിന്നതും. അങ്ങനെ അവൻ വീരന്മാർ പ്രാപിക്കുന്ന സ്വർഗത്തെ പ്രാപിച്ചിരിക്കുന്നു. പോരിൽ മരിച്ച് വീരസ്വർഗസിദ്ധിക്ക് പാരം സുഹൃതികൾക്കെന്നി യോഗം വരാ.
സുഹൃതികൾക്ക് മാത്രമേ ഇങ്ങനെ വീരസ്വർഗം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ധീരതയോടെ പൊരുതി വീരസ്വർഗം പ്രാപിക്കാൻ സുഹൃതികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദോഷങ്ങളെല്ലാം ഒടുങ്ങി ഇത് ഇവന് ഇനി ശേഷക്രിയയ്ക്ക് തുടങ്ങുക വൈകാതെ. ഭഗവാൻ രാവണന്റെ ശേഷക്രിയ ചെയ്യാൻ വേണ്ടി വിഭീഷണനോട് പറയുകയാണ്. യുദ്ധമരുൾ ചെയ്തു നിന്നരുളുന്നേരം തത്ര മണ്ഡോദരി കേണു വന്നിടിനാൾ. ലങ്കാധിപൻ മാറിൽ വീണ് കരഞ്ഞും ആതങ്കമുൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോതരം പറഞ്ഞും. മണ്ഡോദരി നേരെ വന്ന് രാവണന്റെ മാറിൽ വീണ് കരയുകയാണ്. പലതും ഇങ്ങനെ വിലപിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് നാരീജനങ്ങളും, അതായത് രാവണൻ ഒരുപാട് ഭാര്യമാരുണ്ട് അവിടെ, അങ്ങനെ എല്ലാവരും വന്ന് കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജൻ, പങ്ക്തിരഥൻ ദശരഥന്റെ മകനായ ശ്രീരാമചന്ദ്രൻ അപ്പോൾ അരുൾ ചെയ്തു. പങ്ക്തിമുഖാനുജൻ, രാവണന്റെ അനുജനായ വിഭീഷണൻ തന്നോട് സാദരം. രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം. വിഭീഷണനോട് യഥോചിതം രാവണന്റെ ശരീരം സംസ്കരിക്കാൻ പറയുകയാണ്. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. ആ സമയത്ത് വിഭീഷണൻ രാവണൻ ചെയ്ത പാപങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അങ്ങനെയുള്ള രാവണന് ഒരു വീരന് ചേർന്ന, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ആദരവോടെ ചെയ്യുന്ന ശവസംസ്കാര ചടങ്ങൊക്കെ ആവശ്യമുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. യോഗ്യമല്ലേതും അടിയന് ഇവൻ ഉടൽ സംസ്കരിച്ചിടുവാൻ. എനിക്ക് ഒരു യോഗ്യതയുമില്ല എന്ന് വെച്ചാൽ ഇവനൊരു പാപിയാണ്. അങ്ങനെയുള്ള രാവണനെ സംസ്കരിക്കാൻ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല എന്ന് കേട്ട് ഏറ്റവും വന്ന ബഹുമാനത്തോടെ രഘൂത്തമൻ. എന്നാൽ ശ്രീരാമചന്ദ്രൻ വളരെ ബഹുമാനത്തോടുകൂടെ പറയുകയാണ്. പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട്. അങ്ങനെ വിഭീഷണനോട് പറയുകയാണ്. മത് ബാണമേറ്റ് രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരന് അറ്റിതു പാപങ്ങൾ. വിഭീഷണ, രാവണൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ എന്ന് എൻ്റെ ശരം അവൻ്റെ ശരീരത്തിൽ ഏറ്റുവോ അന്ന് ഒടുങ്ങി അവൻ്റെ സകല പാപങ്ങളും. മാത്രമല്ല, ആരോടായാലും നമുക്ക് എത്ര ദേഷ്യമുണ്ടെങ്കിലും അതൊക്കെ മരണാനന്തരം വെച്ചിരിക്കരുത്. അതാണ് ഭഗവാൻ പറയുന്നത്. വൈരവും ആമരണാന്തം, മരണം വരെ മാത്രമേ നമ്മൾ വെച്ചിരിക്കാവൂ. എന്നാകുന്നിതേറിയ സദ്ഗതി ഉണ്ടാവതിന്. അത് കഴിഞ്ഞ് അവരെ വെറുത്താൽ അവരുടെ ഗതിക്ക് അത് തടസ്സമാകും. അങ്ങനെ ചെയ്യരുത്. അത് ചെയ്താൽ ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ പാപമുണ്ടാകും. കാരണം മരണാനന്തരം സൂക്ഷ്മ ശരീരത്തിന് പ്രത്യേകിച്ചൊരു വികാരങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭം മഹാഭാരതത്തിലും കാണാം. മരിച്ചുപോയ ദുര്യോധനാദികളെ വ്യാസമഹർഷി തൻ്റെ യോഗസിദ്ധി കൊണ്ട് ഗാന്ധാരിക്കും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്തെ അവരുടെ പെരുമാറ്റം കാണണം. എന്തൊരു സൗമ്യമാണ് അവരുടെ പെരുമാറ്റം. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്, മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനുഷ്യരെ പോലെ പ്രതികാരമോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ദുഷ്ചിന്തകളും ഇല്ല എന്നാണ്. അവർക്കതില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നവർ അവരോട് വൈരം വെച്ച് പുലർത്താൻ പാടില്ല എന്നാണ് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് വിഭീഷണനോട് പറയുകയാണ്, ശേഷക്രിയകൾ വഴിയേ കഴിക്ക, ഒരു ദോഷം നിനക്കതിനേതും അകപ്പെടാം. ഒരു പാപിയെയാണ് നീ സംസ്കരിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. അവൻ്റെ പാപമെല്ലാം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് നീ യഥോചിതം ശവസംസ്കാര ചടങ്ങ് നടത്തുക. ചന്ദന ഗന്ധാദി കൊണ്ട് ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്ര ആഭരണ മാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപ ദേഹം അലങ്കരിച്ചു. എല്ലാ വിധത്തിലുള്ള ബഹുമാനത്തോടുകൂടെയാണ് രാവണന്റെ മരണാനന്തര ചടങ്ങ് നടത്തുന്നത്. വീരനായ ചക്രവർത്തിക്ക് ഉചിതമായ ശവസംസ്കാര ചടങ്ങ്. അതുമാത്രമല്ല, ഒരു ബ്രാഹ്മണന് കൊടുക്കേണ്ട ഒരു ആദരവും കൊടുത്തു എന്നാണ്. അതാണ് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ.
അഗ്നിഹോത്രം ചെയ്യുന്ന ഒരു ബ്രാഹ്മണന് എങ്ങനെയാണോ അയാളുടെ ശവസംസ്കാര ചടങ്ങിൽ ആ ആൾക്ക് ബഹുമാനം കൊടുക്കുന്നത്, ആദരവ് കൊടുക്കുന്നത്, അതേപോലെ രാവണദേഹം ദഹിപ്പിച്ചു. അങ്ങനെ വിഭീഷണൻ തന്നുടെ പൂർവജനായിട്ട്, തൻ്റെ ജ്യേഷ്ഠനായിട്ട് ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞുപോക്കി. അവിടെ അന്തഃപുരത്തിലെ സ്ത്രീകൾ പലതും പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ അവരുടെ ദുഃഖമൊക്കെ കളഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞു പോക്കി ദുഃഖം. എന്നിട്ട് ചെന്ന് ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ. മാതലിയും തൻ്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ച മാതലി രഘുനാഥനെ വന്ദിച്ച് ജാതമോദം പോയി സുരാലയം മേവിനാൻ. നേരെ ദേവലോകത്ത് പോയി ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും. ജന്യം എന്നാൽ യുദ്ധം. യുദ്ധം നോക്കി നിന്ന എല്ലാ ദേവന്മാരും അവരവരുടെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ശ്രീരാമ അവതാരത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഭഗവാൻ ഭംഗിയായി നിർവഹിച്ചു. മാത്രമല്ല അത്യന്തം ആദരവോടുകൂടെ ആ ശവശരീരത്തെ സംസ്കരിക്കുകയും ചെയ്ത് ഒരു മാതൃകാ പുരുഷൻ തന്നെയാണ് താനെന്ന് ഭഗവാൻ തെളിയിച്ചിരിക്കുകയാണ്. വിഭീഷണ രാജ്യ അഭിഷേകം. ലക്ഷ്മണനോട് അരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായൊരു, മുൻപേ തന്നെ ഭഗവാൻ കൊടുത്തു കഴിഞ്ഞതാണ് ലങ്കാരാജ്യം. അപ്പോൾ എന്നാൽ കൊടുക്കപ്പെട്ട ലങ്കാരാജ്യം ഉൾപ്പുക്കു, ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ. ഇനി അതൊരു ചടങ്ങായിട്ട് നടത്തേണ്ട സമയമായി എന്നത് കേട്ട് കപിവരന്മാരോടു ചെന്ന് ശേഷിച്ച നിശാചരന്മാരുമായി, കവികളോടും അവിടെ അവശേഷിച്ച മറ്റ് രാക്ഷസന്മാരുമായിട്ട് അർണവതോയാദി, സമുദ്രത്തിലെ ജലവും മറ്റ് തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ, സ്വർണ്ണ കുംഭങ്ങൾ പൂജിച്ചു ഘോഷിച്ചു. വാദ്യഘോഷത്തോടും താപസന്മാരുമായി ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്ര ദിവാകരരാദിയും സൂര്യനും ചന്ദ്രനും രാമകഥയും ഉള്ളന്ന് അത്രയും കാലം വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്ന് കിരീടാദ്യലങ്കാരവും ചെയ്ത് ദാനപുരസ്കൃതം പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു. അവർ തങ്ങളുടെ പുതിയ രാജാവിനെ അംഗീകരിച്ചു. വാച്ച കുതൂഹലം, അത്യധികമായ കൗതുകം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന്, വിഭീഷണനാകട്ടെ തനിക്കുള്ളതെല്ലാം ശ്രീരാമചന്ദ്രൻ അവകാശപ്പെട്ടതാണ് എന്നതിനാൽ അവർ കൊണ്ടുവന്ന് വെച്ച കാഴ്ചകളൊക്കെ എടുപ്പിച്ചുകൊണ്ട് തൻ്റെ ഭൃത്യന്മാരുമായി കൊണ്ടുവന്നാസ്ഥയാ രാഘവൻ തൃക്കാൽക്കൽ വച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ. ഇതാണ് ഒരു ഭക്തന്റെ മനോഭാവം. തനിക്കുള്ളതെല്ലാം ഭഗവാന്റെയാണ്. നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ശ്രീരാമചന്ദ്രനാകട്ടെ വനവാസത്തിൻ്റെ ആ നിഷ്ഠകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തിലേക്ക് കടക്കാറില്ല. അപ്പോൾ രാമഭദ്രൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. ശ്രീരാമചന്ദ്രൻ തൻ്റെ ഭക്തന്റെ ഒരു പ്രസാദത്തിനായിട്ട് എല്ലാം സ്വീകരിച്ചു എന്ന് വിഭീഷണനെ ധരിപ്പിച്ചു. ഇപ്പോൾ കൃതകൃത്യനായേൻ, എല്ലാം ചെയ്യേണ്ടത് ചെയ്തു എന്ന തൃപ്തനായി ഞാൻ എന്ന് ചിത്പുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞു, എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു. മാത്രമല്ല അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്ത് സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ, ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ. നമ്മൾ എന്തിനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്, എല്ലാം സാധിച്ചല്ലോ സുഗ്രീവ. ത്വത്സഹായത്വേന, നിന്റെ സഹായം അത്രയും വലുതായിരുന്നു. രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചിതു നിശ്ചയം. അത് കാരണം മാത്രമാണ്, നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാണ് എനിക്ക് രാവണനെ വധിക്കാൻ സാധിച്ചത്. അങ്ങനെ ലങ്കേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം, ഒട്ടും സംശയമില്ലാതെ സന്തോഷത്തോടെ അഭിഷേകവും ചെയ്തു. സീതാ സ്വീകാരം. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു, മന്നവൻ
നീ പോയി വിഭീഷണ അനുജ്ഞയാ ചെന്ന് ലങ്കാപുരം പൊക്കറിയിക്കണം. ഹനുമാനോടാണ് ഭഗവാൻ പറയുന്നത്, വിഭീഷണന്റെ അനുവാദം വാങ്ങി ലങ്കാപുരത്തിൽ പോയി നീ അറിയിക്കണം തന്വങ്കിയാകിയ ജാനകിയോട് ഇതം. ജാനകീദേവിയോട് നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം, രാവണനെ വധിച്ചതും തുടങ്ങിയ എല്ലാ വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിക്കണം. എന്നിട്ട് എന്നാൽ അവളുടെ ഭാവവും വാക്കും, അപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവും വാക്കുമൊക്കെ എന്താണ് പറയുന്നത് എന്നൊക്കെ എന്നോട് വന്ന് പറക നീ സത്വരം, എന്നിട്ട് എന്നെ വന്ന് അറിയിക്കുകയും വേണം എന്നത് കേട്ട് പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം. അപ്പോഴേക്കും പിന്നെ എല്ലാവരും നല്ല സൗഹൃദത്തിലായി. കാരണം ഇപ്പോൾ വിഭീഷണനാണ് ഭരിക്കുന്നത്. വിഭീഷണന്റെ സന്തത സഹചാരികളെ പോലെയാണ് വാനരന്മാർ. അതുകൊണ്ട് തന്നെ നിശാചരർ എല്ലാ രാക്ഷസന്മാരും വന്ന് സൽക്കരിച്ചിടിനാർ മാരുതിയെ. അതിനാൽ നന്ദിതനായൊരു സന്തോഷവാനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. ഇവിടെ കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകാം. എന്തായാലും ശ്രീരാമചന്ദ്രനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ നമസ്കരിച്ചു. വക്ത്രപ്രസാദമാലോക്യ, അപ്പൊ ദേവി അറിഞ്ഞിരിക്കുന്നു എന്ന് തോന്നി. കാരണം മുഖമൊക്കെ തെളിഞ്ഞിരിക്കുന്നു. അത് കണ്ടിട്ട് ഹനുമാൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖമകന്ന് തെളിഞ്ഞു മേവീടിനാൻ. അങ്ങനെ രാവണനെ കൊന്ന കാര്യം പറഞ്ഞു. യുദ്ധം ഭവതിയോടൊക്കെ പറകെന്ന് ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും, ഇങ്ങനെയൊക്കെ പറയണമെന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞയച്ചതാണ്. സന്തോഷം എത്രയുണ്ടായത് സീതയ്ക്കെന്ന് എന്ത് ചൊല്ലാവതു, ദേവിക്ക് എത്രമാത്രം സന്തോഷമുണ്ടായെന്ന് ശ്രീരാമചന്ദ്രൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാരുതി പറഞ്ഞത് കേട്ട് ജാനകീദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ. എന്തു ഞാൻ മർക്കടശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ, ഞാൻ എന്ത് പറയാനാണ്. ഇവിടെ മറ്റൊരു ദുര്യോഗം നോക്കണം. അതായത് ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ എത്തിയിട്ട് പോലും അവർക്ക് തമ്മിൽ ഇതുവരെയായി കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് അതിലും വലിയ ദുഃഖം. ഇതുവരെ ലങ്കയിൽ എത്തിയിട്ടില്ലെന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. പക്ഷേ ലങ്കയിൽ എത്തിയിട്ടും ഒരു നോക്ക് കാണാൻ സാധിക്കാതെയാണ് സീതാദേവി ഇരിക്കുന്നത്. അതാണ് അത്രയും സങ്കടത്തോടെ പറയുകയാണ്, ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കണം ഇനിയും ശുചൈവ ഞാൻ, ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം, അത് മാത്രമേ എനിക്കറിയേണ്ടൂ. നേരത്തതിന് യോഗം വരുത്തിയിടു നീ, ധീരത്വമിൽ ഇനിയും പൊറുത്തിയിടുവാൻ, എത്രയും പെട്ടെന്ന് എൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് കാണണം, ഇനിയും ഈ വിരഹം ഇങ്ങനെ സഹിക്കാൻ വയ്യ, അതാണ് നീ പറയേണ്ടത്. ഇങ്ങനെ വാതാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്ന് ചൊല്ലിയിടിനാൻ. ഇങ്ങനെ ശ്രീരാമചന്ദ്രനോട് ഹനുമാൻ വന്ന് പറഞ്ഞപ്പോൾ രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ, വിരയെ നീ ജാനകീദേവിയെ ചെന്ന് വരുത്തുക, ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. വളരെ ഒരു സാധാരണക്കാരനായ ഭർത്താവിനെ പോലെ പറയുകയാണ്, എന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ട് പോലും. സ്നാനം കഴിപ്പിച്ച് ദിവ്യാംബര ആഭരണ അനുലേവാദ്യ അലങ്കാരമണിയിച്ച് ശില്പമായൊരു ശിബികമേൽ ആരോപ്യ. അപ്പോൾ ദേവിയെ നന്നായി കുളിപ്പിച്ച് നല്ല ദിവ്യ അമ്പരങ്ങൾ, ദിവ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലേപനങ്ങളും അലങ്കാരമൊക്കെ അണിയിച്ച് ശില്പമായ മനോഹരമായി നിർമ്മിച്ച ശിബികമേൽ ഒരു പല്ലക്കിൽ ആരോപ്യ എടുത്ത് മൽപുരോഭാഗെ വരുത്തുക സത്വരം, എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ദേവിയെ കൊണ്ടുവരിക. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. അങ്ങനെ മാരുതിയോടും കൂടെ വിഭീഷണൻ അശോകവനികയിലെത്തി. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുഗ്ധാംഗിയെ കുളിപ്പിച്ച് ചമയിച്ച് തണ്ടിലെടുപ്പിച്ചുകൊണ്ട് ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. ദേവിയെ സുന്ദരിയാക്കി അണിയിച്ചൊരുക്കി അങ്ങനെ
പല്ലക്കിലേറ്റി കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു ആർപ്പു വിളിയാണ്. കാരണം ആർക്കു വേണ്ടിയാണോ യുദ്ധം ചെയ്തത് ആ സീതാദേവിയെ കാണാൻ വാനരന്മാരൊക്കെ തിക്കും തിരക്കുമാണ്. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകീദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. വാനരന്മാരുടെ പൊതുവെയുള്ള ഒരു വിവേകമില്ലാത്ത പെരുമാറ്റം അത് അവിടെയുള്ള കാവൽക്കാർക്ക് തീരെ പിടിച്ചില്ല. അതാണ് യാഷ്ടികന്മാർ എന്നാൽ കയ്യിൽ വടിയൊക്കെ പിടിച്ചിട്ടുള്ള കാവൽക്കാർ. അവർ വാനരന്മാരെ ആട്ടി അകറ്റുകയാണ്. ഇത് ശ്രീരാമചന്ദ്രന് തീരെ സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ കോലാഹലം കേട്ട് രാഘവൻ കാരുണ്യശാലിയായ ഭഗവാൻ വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു. കാരണം വിഭീഷണന്റെ ആളുകളാണിപ്പോ. അങ്ങനെയുള്ളവരോട് വിഭീഷണൻ അവരെ തടുക്കണമായിരുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വിഭീഷണൻ ചെയ്യാത്തത് കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാൻ ഉര ചെയ്തിതു നിന്നോടിതെന്തടോ? വിഭീഷണ, ഞാൻ പറഞ്ഞോ, അവരെ ഉപദ്രവിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് അവരെ അടിച്ചോടിക്കുന്നത്? ജാനകീദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അത് പറഞ്ഞിടു നീ. ജാനകീദേവിയെ വീണ്ടെടുക്കാൻ യുദ്ധം ചെയ്ത ജീവൻ മരണ പോരാട്ടം നടത്തിയ ഈ വാനരന്മാർ സീതാദേവിയെ കണ്ടു എന്ന് വെച്ചാൽ എന്താണ് അതിലൊരു തെറ്റ്? മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലുമേ വരും. അങ്ങനെ ശ്രീരാമചന്ദ്രൻ തന്നെ വാനരന്മാരോട് പറയുകയാണ്, പൊയ്ക്കൊള്ളുക, നിങ്ങൾ കണ്ണിറച്ച് കാണുക, നിങ്ങളുടെ അമ്മയാണ്. അമ്മയെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലും. മാത്രമല്ല ഇങ്ങനെ പല്ലക്കിലൊക്കെ ആനയിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഈ കൗതുകവും ആവേശവും ഒക്കെ. അതുകൊണ്ട് ദേവി ഇനി പാദചാരേണ നടന്നുകൊണ്ട് വരേണം എന്നന്തികെ മേദിനി നന്ദിനി എന്ന് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്. നടന്നു വരട്ടെ, അപ്പോൾ വളരെ സൗകര്യപൂർവം എല്ലാവർക്കും കാണാമല്ലോ. കിം തത്ര ദൂഷണം, അതിനെന്താ ഇപ്പൊ തെറ്റ്? അങ്ങനെ സീതാദേവി അടുത്തു വന്നു. എന്നാൽ ഇവിടെ ശ്രീരാമചന്ദ്രൻ ഒരു നാടകം കളിക്കുകയാണ്. കാരണം ഈ സീത മായാസീതയാണ്. ഇനി യഥാർത്ഥ സീതയെ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വരുത്തിക്കണം. അതിനിവിടെ ഒരു നാടകം കളിച്ചേ പറ്റൂ. അതുകൊണ്ട് കാര്യാർത്ഥമായി, അതായത് സീതാദേവിയെ പുറത്തേക്ക് കൊണ്ടുവരിക, അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിനായിക്കൊണ്ട് പുരാനിർമ്മിതമായൊരു, പണ്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും തമ്മിൽ ആലോചിച്ച് എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ ഉണ്ടായ മായാ ജനകജാരൂപം, മായാസീതയുടെ ഈ രൂപം മനോഹരം കണ്ട് കോപം പൂണ്ടു. ദേവിയെ നേരിട്ട് കണ്ടപ്പോൾ ഭഗവാൻ കോപിക്കുകയാണ്. അതായത് എന്ത് വിശ്വാസത്തിലാണ് നിന്നെ ഞാൻ സ്വീകരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. അപ്പോൾ ഇത് എന്തിനാണ് എന്ന് എഴുത്തച്ഛൻ ആദ്യമേ പറഞ്ഞു, കാര്യാർത്ഥമായി. ഇവിടെ ഒരു കാര്യം സാധിക്കാനുണ്ട്, അതിനാണ്. അങ്ങനെ ലക്ഷ്മണനോട് മായാസീതയും, ലക്ഷ്മണനോട് ആ സീത പറഞ്ഞു, ശുച, ദുഃഖിച്ച് തൽക്ഷണേ ചൊല്ലിനാൻ, ഏതുമേ വൈകാതെ വിശ്വാസമാശു മൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. എൻ്റെ ഭർത്താവിനും ലോകത്തിലുള്ളവർക്കൊക്കെ വിശ്വാസം വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുക. അഗ്നികുണ്ഡം ജ്വലിപ്പിക്കൂ. ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ, എനിക്കൊരു വിഷമവുമില്ല അതിൽ ചാടാൻ വേണ്ടി. സൗമിത്രിയും അത് കേട്ടു. രഘൂത്തമ സൗമുഖ്യ ഭാവം ആലോക്യ. അങ്ങനെ സൗമിത്രി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ ഒന്ന് നോക്കും. അങ്ങനെ ഭഗവാനെ നോക്കിയപ്പോൾ ഭഗവാന്റെ മുഖത്ത് ശരി അത് ചെയ്യണം എന്നൊരു ഭാവമായിരുന്നു. അതാണ് സൗമുഖ്യ ഭാവം. അതിനൊരു അനുവാദം കൊടുക്കുന്നത് പോലെ. അത് ആലോക്യ, അത് കണ്ടിട്ട് എന്നാൽ സസംഭ്രമം. ലക്ഷ്മണനും ആ ഒരു സാഹചര്യം അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ജ്യേഷ്ഠൻ പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി, വാനരന്മാരുടെ സഹായത്തോടെ ഹോമകുണ്ഡം തീർത്ത് തീയും ജ്വലിപ്പിച്ചു. എന്നിട്ട് രാമപാർശ്വം പ്രവേശിച്ച് നിന്നിടിനാൻ. ലക്ഷ്മണൻ പിന്നീട് രാമന്റെ അടുത്തേക്ക് വന്ന് നിന്നു. ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ
ഭക്തിയാ പ്രദക്ഷിണം. സീതാദേവി പ്രസന്നയായി ഭർത്താവിനെ നോക്കി. എന്നിട്ട് ഭക്തിയാ പ്രദക്ഷിണം കൃത്വ മുഹുഹു ത്രയം ത്രയം മൂന്ന് തവണ ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും തപോധനന്മാരെയും പാവകൻ തന്നെയും അഗ്നിയെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അഗ്നിയിൽ ചാടുന്നത്. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ, ഞാൻ ഇത്രയും വർഷം ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ എൻ്റെ മനസ്സിൽ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ. അഗ്നി ഭഗവാനെ, അങ്ങ് എൻ്റെ മനസ്സിന് സാക്ഷിയായിരുന്നു. എല്ലാറ്റിനും സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ. എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉണ്ടായിട്ടില്ല എന്ന പരമാർത്ഥത്തെ ഈ ലോകത്തെ നീ അറിയിക്കൂ അഗ്നിദേവ എന്ന് പറഞ്ഞുടൻ 3 വലം വെച്ച് വന്ധിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിന, ഒരു ഭയവുമില്ലാതെ ആ അഗ്നിയിൽ എടുത്തു ചാടി. ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിതു. ദുശ്ചവനൻ ഇന്ദ്രനൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടു. നിശ്ചലമായതു ലോകവും അന്നേരം. ലോകവും കുറച്ചു നേരത്തേക്കൊന്ന് നിശ്ചലമായതുപോലെ. ഇന്ദ്രനും കാലനും പാശി വരുണൻ, വായുവും വൃന്ദാരക അധിപന്മാരും ദേവലോകത്തെ മറ്റുള്ള അധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ പരമശിവൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശുകന്മാർ രാക്ഷസന്മാരും പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധ സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും പിന്നെ മറ്റും വിമാന അഗ്രചാരികളൊക്കവേ. അവിടെ വിമാനത്തിൽ യുദ്ധം കാണാനും ഒക്കെ ആയിട്ട് വന്ന് നിന്ന കുറേ പേരുണ്ട്. അവരൊക്കെ ചുറ്റും നിറഞ്ഞിതു. രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കൽ അന്നേരം. അങ്ങനെ അവരെല്ലാവരും ശ്രീരാമചന്ദ്രൻ നിൽക്കുന്ന ആ പ്രദേശത്ത് വന്നു. വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും. ശ്രീരാമചന്ദ്രൻ അവരെയൊക്കെ വന്ദിച്ചു. അങ്ങനെ രാമചന്ദ്രം പരമാത്മാനം അന്നേരം, പരമാത്മാവായ ശ്രീരാമചന്ദ്രനെ അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ. എല്ലാ ദേവന്മാരും പുകഴ്ത്തി. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹം എന്നാൽ ഇവിടെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ്. അങ്ങനെ സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കുന്നതും ഭവാൻ, എന്നാൽ പരമാത്മാവിന്റെ രൂപത്തിൽ അജ്ഞാന നാശകനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും 8 വസുക്കളിൽ 8ാമനായതും ലോകത്തിന് ആദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ ദേവകൾ, അങ്ങയുടെ ചെവികളാണ് അശ്വിനീ ദേവന്മാർ. കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, അങ്ങയുടെ കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും. ശുദ്ധനായി നിത്യനായി അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്ന് ഉള്ളിൽ ഓർത്തിയിടുവോർ. അങ്ങയുടെ തന്നെ മായയിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യർക്ക് അവരെ പോലൊരു മനുഷ്യനാണ് ഭഗവാനും എന്ന് തോന്നുന്നു. എന്നാൽ ആരുടെ ഉള്ളിലാണോ നിന്നുടെ നാമസ്മരണ ഉള്ളത്, നാമസ്മരണം ഉള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ആരുടെ ഉള്ളിലാണോ അങ്ങയുടെ നാമം വളരെ നന്നായി പ്രകാശിക്കുന്നത്, അവരുടെ ഉള്ളിൽ അങ്ങയെക്കുറിച്ചുള്ള തത്വബോധവും പ്രകാശിക്കും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാ നിർദ്ദയം. ഇത്രയും കാലം ഞങ്ങളെയൊക്കെ അടക്കി ഭരിക്കുകയായിരുന്നു രാവണൻ. നഷ്ടനായാൻ അവൻ ഇന്ന് നിന്നാൽ ഇനി പുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയാ. ഇന്നിപ്പോൾ നിന്നാൽ വധിക്കപ്പെട്ടതിനാൽ ഞങ്ങൾക്കിനി സുഖമായി വസിക്കാം. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ, ദേവൻ വിരിഞ്ചനും ബ്രഹ്മാവും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദം അദ്വയം, വന്ദേ പദം അശേഷ സ്തുതി കാരണം.
ഭക്തന്മാരുടെ സ്തുതിക്ക് കാരണമാകുന്ന അങ്ങയുടെ ആ പദത്തെ വന്ദിക്കുന്നു. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രം അവ്യയം ഈശ്വരം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിക്കപ്പെടുന്ന സത്താമാത്രമായിരിക്കുന്ന, ഉണ്മ മാത്രമായിരിക്കുന്ന അവ്യയനും ഈശ്വരനുമായ സർവഹൃദിസ്ഥിതം സർവജഗന്മയം, എല്ലാ ഭക്തന്മാരുടെയും ഹൃദയത്തിലിരിക്കുന്ന, ഈ ജഗത്ത് തന്നെയായിരിക്കുന്ന സർവലോകപ്രിയം, സർവജ്ഞം, അദ്ഭുതം, എല്ലാം അറിയുന്ന അദ്ഭുത സ്വരൂപനായ അങ്ങയെ നമസ്കരിക്കുന്നു. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം. രത്നകിരീടം ധരിച്ചവൻ സൂര്യകോടിപ്രഭം, സൂര്യതുല്യം പ്രകാശിക്കുന്ന കാരുണ്യത്തിൻ്റെ കടലായിരിക്കുന്ന രഘുനാഥം, രമാവരം, രാജരാജേന്ദ്രം, രജനീചരാന്തകം, രാക്ഷസന്മാരെ വധിച്ചവനായ രാജീവലോചനം, രാവണനാശനം, മായാപരമജം, മായാപരം അജം, മായയുടെ പരമോന്നതിയിലുള്ള അല്ലെങ്കിൽ മായയ്ക്കതീതനായിട്ടുള്ള അജനായ, ഒരിക്കലും ജനിക്കാത്ത മായാമയം, മനുനായകം, മനുഷ്യരുടെ നായകനായിട്ടുള്ള, മായാവിഹീനം, മായയിൽ പെടാത്ത, മധുദ്വിഷം, മധു എന്ന രാക്ഷസനെ കൊന്നവൻ, മാനവം, മാനഹീനം, അഭിമാനബോധം അങ്ങനെയൊന്നുമില്ലാത്ത, മനുജോത്തമം, മനുഷ്യരിൽ ഉത്തമനായിട്ടുള്ള, മാധുര്യ സാരം. മാധുര്യം എന്ന വാക്കിന് ഒരർത്ഥം അത് ഭഗവാനാണ്. മനോഹരം, മാധവം, യോഗി ചിന്യം, യോഗികൾക്ക് മാത്രം മനസ്സിൽ ധ്യാനിച്ചുറപ്പിക്കാൻ സാധിക്കുന്ന, സദാ യോഗി ഗമ്യം, അതുകൊണ്ട് തന്നെ യോഗികൾക്ക് മാത്രം ഗമിക്കാൻ സാധിക്കുന്ന മഹായോഗ വിധാനം, എല്ലാ യോഗങ്ങളെയും സംവിധാനം ചെയ്തവനായ, പരിപൂർണം അച്യുതം, പരിപൂർണനായ അച്യുത സ്വരൂപനായ രാമം, രമണീയ രൂപം, ജഗദഭിരാമം, സദായേവ സീതാഭിരാമം ഭജേ. യുദ്ധം വിധാതൃസ്തുതി കേട്ട് രാഘവൻ ചിത്തം ആനന്ദിച്ചിരുന്നരുളുന്നേരം, ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ആശ്രയാശൻ അഗ്നിദേവൻ, ജഗദാശ്രയഭൂതയാം ആശ്രിതവത്സലയായ വൈദേഹിയെ, ഈ ജഗത്തിന് ആശ്രയഭൂതയായിട്ടുള്ള, ആശ്രിതവത്സലയായിട്ടുള്ള സീതാദേവിയെ, സാക്ഷാൽ മഹാലക്ഷ്മിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. യഥാർത്ഥ സീതാദേവിയെ കൊണ്ട് മുന്നിൽ നിർത്തി അഗ്നിദേവൻ വണങ്ങി, ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കൽ ആരോപിതയാകിയ ദേവിയെ, രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയുള്ള അങ്ങയുടെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ആ കാട്ടിൽ വെച്ച് എന്നിൽ ആരോപിതയായി, എന്നാൽ എന്നിൽ അങ്ങ് കുറച്ചു നാളത്തേക്ക് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി എനിക്ക് വിട്ടുതന്ന ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക, ഇതാ തിരിച്ച് ഞാൻ ഏൽപ്പിക്കുന്നു. സങ്കടം തീർന്ന് ജഗത്രയത്തിങ്കലും അങ്ങ് ഈ 3 ലോകത്തിൻ്റെയും സങ്കടം തീർത്തുവല്ലോ. അങ്ങനെ തനിക്ക് സീതാദേവിയെ തിരിച്ചു നൽകിയ പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ. ശ്രീരാമചന്ദ്രൻ തിരിച്ചും പൂജിച്ചു. ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. അങ്ങനെ യഥാർത്ഥ മഹാലക്ഷ്മിയായിട്ടുള്ള സീതാദേവിയെ സ്വീകരിച്ചു. പങ്കേരുഹാക്ഷനും ജാനകീദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. പങ്കേരുഹാക്ഷനായ താമരക്കണ്ണനായ ഭഗവാൻ ജാനകീദേവിയെ തൻ്റെ അംഗത്തിൽ തന്നെ സമാവേശ്യ, തന്നോട് ചേർത്ത് വെച്ചിട്ട് ശോഭിച്ചിതേറ്റവും, അങ്ങേയറ്റം ശോഭിച്ചു. സംക്രന്തനൻ തഥാ രാമനെ. അപ്പോൾ ദേവേന്ദ്രൻ മുന്നോട്ട് വന്ന് ശ്രീരാമചന്ദ്രനെ നിർജ്ജര സംഖ്യേന, ദേവന്മാരുടെ സംഘത്തോടെ സാർദ്ധം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്ര പ്രഭോ പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. ഞങ്ങൾക്ക് ആപത്ത് വരുമ്പോഴൊക്കെ ആശ്രയിക്കാൻ ഭഗവാനെ അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? നിൻ തിരുനാമ അമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. അങ്ങയുടെ ആ തിരുനാമം ഇടവിടാതെ ഞങ്ങൾക്ക് ചൊല്ലാൻ തോന്നണം ഭഗവാനെ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം
അങ്ങയുടെ ആ ചരിതാമൃതം ചൊല്ലാനും എൻ്റെ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ, മഹാദേവനും അങ്ങയുടെ നാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം, എല്ലായ്പ്പോഴും അങ്ങയുടെ നാമങ്ങൾ ജപിക്കുന്നു ശ്രീ പരമേശ്വരൻ. ത്വൽ പാദതീർത്ഥം, അങ്ങയുടെ പാദതീർത്ഥമായ ഗംഗയെ ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്ക് ഉമാവല്ലഭൻ, ഉമയുടെ വല്ലഭനായ പരമേശ്വരൻ ആത്മശുദ്ധിക്ക് അങ്ങയുടെ പാദതീർത്ഥമായ ഗംഗയെ ശിരസിൽ വഹിക്കുന്നു. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോട് അരുൾ ചെയ്തിതു രാഘവൻ. മൃത്യുഭവിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കുകയും വേണം. ഇവിടെ ഇനിയും കുറച്ച് വാനരന്മാർ മരിച്ചു കിടപ്പുണ്ട്. അവരുടെ ആ മോഹം കളഞ്ഞിട്ട് ഇപ്പോഴൊരു മോഹാലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ അവരെ ജീവിപ്പിക്കുകയും വേണം. മാത്രമല്ല ഇനി അങ്ങോട്ട് വാനര ജാതികൾക്ക് തന്നെ ഒരു അനുഗ്രഹം കൊടുക്കാൻ പറയുകയാണ്. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർ ഇനി ഏത് കാലത്ത് അവർ ഒരു പഴം കഴിക്കുകയാണെങ്കിൽ അതൊക്കെ മധുരമാക്കി തീർക്കുക. വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായി ഒഴുകണമെന്ന് കേട്ട്, വാനരന്മാർക്ക് കുടിക്കാനായിട്ട് നദികളെയൊക്കെ തേനായിട്ടൊഴുക്കണം എന്ന് കേട്ട് ഇന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക, എല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം എന്ന് കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. അങ്ങനെ വാനരന്മാർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഭഗവാൻ കൊടുക്കുന്നത്. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. അങ്ങനെ ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ ജീവൻ തിരിച്ചു കിട്ടിയ എല്ലാ വാനരന്മാരും ഒരുപാട് നേരം ഉറങ്ങി എഴുന്നേറ്റവരെ പോലെ ശ്രീരാമചന്ദ്രനെ വന്ന് തൊഴുതു. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം. അപ്പോൾ പരമേശ്വരൻ ഇങ്ങനെ പറഞ്ഞു, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്ന് വിമാനമർന്ന് നിന്നെ കാൺമാൻ. നിങ്ങളെ എല്ലാവരെയും കാണാൻ ദശരഥൻ ഇതാ വിമാനത്തിൽ വന്നിരിക്കുന്നു, ചെന്നു വണങ്ങുക എന്ന് അൻപോടു കേട്ട്. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, ചെല്ലു, ചെന്ന് അച്ഛനെ വണങ്ങൂ എന്ന് കേട്ടഥ മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. അച്ഛൻ എന്ന് കേട്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ ഒരു മകനായി മാറി. അങ്ങനെ അച്ഛനെ പോയി വണങ്ങി വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോട് വന്ദിച്ചു ജനകനെ. അവർ രണ്ടുപേരും ചേർന്ന്, അവർ മൂന്നുപേരും എല്ലാവരും ദശരഥനെ വന്ദിച്ചു. ഗാഠം പുണർന്ന് നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനെ, സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്ന് ആനന്ദമഗ്നനായി. അങ്ങനെ പരമപുരുഷനെയാണ് താൻ മകനായി കണ്ടത് എന്ന് ദശരഥൻ ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ചിന്മയനോട് പറഞ്ഞു ദശരഥൻ, എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിന്നാകയാൽ, ഇന്നാണ് എനിക്ക് അങ്ങ് ആരാണ് എന്ന പരമാർത്ഥം മനസ്സിലായത്. ഇന്ന് അങ്ങനെ ധരിച്ചതുകൊണ്ട് ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. ഇപ്പോൾ എനിക്ക് ജന്മമരണ ദുഃഖങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. നിൻ മഹാമായ മോഹിപ്പിയായ എന്നെയും ഇനി എന്നെ ആ മഹാമായ മോഹിപ്പിക്കാതിരിക്കട്ടെ. കൽമഷനാശന കാരുണ്യവാരിധേ. താതവാക്യം കേട്ട് രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അച്ഛന് തിരിച്ചു പോകാൻ അനുവാദം കൊടുത്തു. ഇന്ദ്രാദി ദേവകളോടും ദശരഥൻ ചെന്ന് അമരാവതി പൊക്കുമരുവിനാൻ. അങ്ങനെ വീണ്ടും സ്വർഗലോകത്തെത്തി സുഖമായി വസിച്ചു. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്ന് പൊക്കു വിരിഞ്ചനും. ബ്രഹ്മാവും ഭഗവാനെ വന്ദിച്ച് തിരിച്ചുപോയി. കാർത്യായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായെഴുന്നള്ളിനാൻ. പരമേശ്വരൻ പാർവതീദേവിയോടുകൂടെ വൃഷഭാരൂഢനായിട്ട് തിരിച്ചുപോയി. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും. നാരദനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചുപോയി. പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം എല്ലാവരും ഭഗവാനെ വാഴ്ത്തി. അങ്ങനെ പുഷ്കരചാരികളും നടന്നിടിനാർ. അവിടെ ആകാശത്ത് വന്നു നിന്ന എല്ലാ ദേവന്മാരും മറ്റെല്ലാ വിഭാഗത്തിലുള്ളവരും തിരിച്ച് അവരവരുടേതായ സ്ഥാനത്തേക്ക് പോയി.